ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 17-ാം അധ്യായം ശ്രദ്ധാത്രയ വിഭാഗയോഗം. ഓരോ മനുഷ്യനും സ്വന്തം ശ്രദ്ധയ്ക്കനുസരിച്ച് ആരാധനാരീതി തിരഞ്ഞെടുക്കുന്നുവെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു. അടുത്ത 2 ശ്ലോകങ്ങളിലായി തെറ്റായ ശ്രദ്ധയുടെ സ്വഭാവം എന്ത് എന്ന് വിവരിക്കുന്നു. 5ഉം 6ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച്. അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേ യേ തപോജനാഃ ദംഭാഹങ്കാരസംയുക്താ കാമരാഗബലാന്വിതാ കർഷയന്തഃ ശരീരസ്ഥം ഭൂതഗ്രാമമചേതസഃ മാം ചൈവാന്തശരീരസ്ഥം താൻ വിദ്യാസുരനിശ്ചയാൻ. ദംഭ അഹങ്കാര സംയുക്ത, ദംഭം അഹങ്കാരം ഇവയോട് കൂടിയവരും, കാമരാഗബലാന്വിത കാമരാഗങ്ങളുടെ ബലത്തോടു കൂടിയവരും, അചേതസഃ ഹൃദയശൂന്യരുമായ യേ ജനാഹ ഏതൊരു ജനങ്ങൾ, ശരീരസ്ഥം ശരീരത്തിലിരിക്കുന്ന, ഭൂതഗ്രാമം ഭൂതസമൂഹത്തെയും, അന്തഃ ശരീരസ്ഥം സൂക്ഷ്മശരീരത്തിലിരിക്കുന്ന, മാം ച എന്നെയും അതായത് പരമാത്മാവിനെയും, കർഷയന്തഃ ക്ഷീണിപ്പിക്കുന്നവരായിട്ട്, അശാസ്ത്രവിഹിത ശാസ്ത്രവിഹിതമല്ലാതെ, ഘോരം ഭയങ്കരമായ, തപഃ തപസ്സിനെ, തപ്യന്തേ തപിക്കുന്നുവോ അല്ലെങ്കിൽ ചെയ്യുന്നുവോ, താൻ അവരെ, അസുരനിശ്ചയാൻ ഏവ അസുരബുദ്ധികൾ എന്ന് തന്നെ വിദ്ധി നീ അറിഞ്ഞുകൊള്ളണം. ദംഭം അഹങ്കാരം എന്നിവയോട് കൂടിയവരും, കാമം രാഗം ബലം എന്നിവയുള്ളവരും, ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയും അന്തര്യാമിയായ എന്നെയും ക്ലേശിപ്പിക്കുന്നവരും, അവിവേകികളുമായ ആരൊക്കെ ശാസ്ത്രസമ്മതമില്ലാത്തതും ക്രൂരവുമായ തപസ് ആചരിക്കുന്നുവോ അവരെ അസുരപ്രകൃതികൾ എന്നറിഞ്ഞാലും. അർജുനൻ്റെ ചോദ്യം ശാസ്ത്രവിധിയെ ഉപേക്ഷിച്ച് ശ്രദ്ധയോടുകൂടി യജിക്കുന്നവരുടെ നിലയെന്ത് എന്നതായിരുന്നു. ഭഗവാൻ അതിന് ശ്രദ്ധയെ വേർതിരിച്ച് ഉത്തരം പറഞ്ഞു കൊടുത്തു. തീർച്ചയായും ത്യജിക്കേണ്ട ശ്രദ്ധയെ തീർത്തും ഉപേക്ഷിക്കേണ്ടതാണെന്ന് ഈ 2 ശ്ലോകങ്ങൾ കൊണ്ട് ഉപദേശിക്കുന്നു. ഉഗ്രമായ തപോവൃത്തി കൊണ്ട് ശരീരത്തെയും ജീവാത്മാവിനെയും കഷ്ടപ്പെടുത്തുന്ന ചിലരുണ്ട്. ഇന്ദ്രിയ സുഖത്തിലുള്ള ആസക്തി തന്നെയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നതും. ഡംഭവും അഹങ്കാരവും അവർക്ക് വേണ്ടുവോളം കാണും. അവരുടെ തപസ്സും അനുഷ്ഠാനക്രമങ്ങളും ശാസ്ത്രവിധിക്ക് അനുസരിച്ചായിരിക്കുകയുമില്ല. അങ്ങനെ അശാസ്ത്രീയമായി തപസ് ആചരിക്കുന്നവരെ അസുരബുദ്ധികൾ എന്ന് നീ മനസ്സിലാക്കണം. രജോ ഗുണവും തമോ ഗുണവും ഉള്ളവൻ ആസുരീ സമ്പത്തുള്ളവനാണ്. വിവേകശൂന്യമായ കഠിനവ്രതങ്ങൾ ആചരിക്കുന്നവർ ഇന്ദ്രിയങ്ങളെയും അന്തര്യാമിയായ ഈശ്വരനെയും പീഡിപ്പിക്കുന്നവരാണ്. ക്രൂരമായ തപസ്സനുഷ്ഠിച്ച് സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കായി അത് വിനിയോഗിക്കുന്നവൻ ആത്മനാശമാണുണ്ടാക്കുന്നത്. പുരാണങ്ങളിലെ ഭസ്മാസുരൻ്റെ കഥ ഇതിന് ഉദാഹരണമാണ്. ക്രൂരമായ ആത്മപീഡയല്ല തപസ്, വിവേകപൂർണമായ ആത്മനിയന്ത്രണമാണത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന യഥാർത്ഥമായ തപസ് ചിത്തശുദ്ധിക്കും പരമപുരുഷാർത്ഥത്തിനും വഴിതെളിക്കുന്നു. ഇനി 7-ാമത്തെ ശ്ലോകം. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞസ്തപസ്തഥാ ദാനം തേഷാം ഭേദമിമം ശൃണു. സർവസ്യ എല്ലാവർക്കും, പ്രിയഃ ഇഷ്ടമായ, ആഹാരഃ അഭിതു ആഹാരം പോലും, ത്രിവിധഃ 3 തരമായി, ഭവതി ഭവിക്കുന്നു, തഥാ അപ്രകാരം, യജ്ഞഃ യജ്ഞവും, തപഃ തപസ്സും, ദാനഃ ദാനവും, ത്രിവിധഃ 3 തരമുണ്ട്. തേഷാം അവയുടെ, ഇമം ഭേദം ശൃണു ഈ വ്യത്യാസത്തെ കേട്ടുകൊള്ളുക. ഓരോ ആൾക്കും ആഹാരത്തിലുള്ള പ്രിയം പോലും 3 തരത്തിലാണ്. യജ്ഞം തപസ് ദാനം ഇവയും അങ്ങനെ തന്നെ.
അവയിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പറയാം. സാത്വികനും രാജസനും താമസനും ആഹാരം ഇഷ്ടമാണ്. എന്നാൽ ഈ ഇഷ്ടവും അവരുടെ ഗുണമനുസരിച്ച് 3 തരത്തിലായിരിക്കുമെന്ന് മാത്രം. യജ്ഞം, തപസ്, ദാനം എന്നിവയും ഇതേ ക്രമത്തിൽ തന്നെ വ്യത്യാസപ്പെട്ടു വരും. അതിനെക്കുറിച്ച് അടുത്ത ശ്ലോകങ്ങളിൽ വിശദമായി പറയുന്നു. 8ാമത്തെ ശ്ലോകം. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതിവിവർധനാഃ രസ്യാ സ്നിഗ്ധാ സ്ഥിരാ ഹൃദ്യാ ആഹാരാ സാത്വികപ്രിയാഃ. ആയുസ്സത്വബലാരോഗ്യ സുഖപ്രീതിവിവർധനാഃ. ആയുസ്, ഓജസ്, ബലം, ആരോഗ്യം, സുഖം, തൃപ്തി ഇവയെ വർദ്ധിപ്പിക്കുന്നവയായി, രസ്യ രസമുള്ളവയായി, സ്നിഗ്ധ കൊഴുപ്പുള്ളവയായി, സ്ഥിരാഹ പുഷ്ടികരങ്ങളായി, ഹൃദ്യ ഹൃദ്യങ്ങളായ, ആഹാരഃ ആഹാരങ്ങൾ, സാത്വികപ്രിയ സാത്വികന്മാർക്ക് ഇഷ്ടമുള്ളവയാകുന്നു. ആയുസ്, ആന്തരബലം, ആരോഗ്യം, സുഖം, പ്രീതി ഇവയെ വർദ്ധിപ്പിക്കുന്നതും സ്വാദുള്ളതും എണ്ണമയമുള്ളതും സ്ഥായിയായ ദേഹപുഷ്ടിയെ പ്രദാനം ചെയ്യുന്നതുമായ ഹൃദ്യങ്ങളായ ആഹാരങ്ങൾ സാത്വികന്മാർക്ക് ഇഷ്ടമുള്ളവയാകുന്നു. ആഹാരശുദ്ധൗ സത്വശുദ്ധി എന്നാണ് പ്രമാണം. ഉത്തമമായ ആഹാരം സത്വബലത്തെ വർദ്ധിപ്പിക്കും. ആന്തരശക്തിയുള്ളവർക്കേ ഇന്ദ്രിയ വിഷയങ്ങളുടെ പ്രലോഭനങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കാനുള്ള കഴിവുണ്ടാകൂ. ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കുന്നവർക്കേ മുടങ്ങാതെ സാധന ചെയ്യാനും കഴിയൂ. രോഗം ബാധിച്ചാൽ സാധന മുടങ്ങും. സുഖവും പ്രീതിയും ജനിപ്പിക്കുന്ന സ്വാദുള്ള പുഷ്ടികരങ്ങളായ ഭക്ഷണമാണ് സാത്വികന്മാർ ഇഷ്ടപ്പെടുന്നത്. ഇനി 9ാമത്തെ ശ്ലോകത്തിൽ രജോഗുണക്കാരുടെ ഭക്ഷണത്തെപ്പറ്റി പറയുന്നു. കട്വം ലവണാത്യുഷ്ണ തീക്ഷ്ണരൂക്ഷവിദാഹിനഃ ആഹാരാ രാജസസ്യേഷ്ഠ ദുഃഖശോകാമയപ്രദാഃ. കട്വംളലവണാത്യുഷ്ണ അതിയായ എരിവ്, പുളി, ഉപ്പ്, ചൂട്, കൊഴുപ്പില്ലായ്മ, ദാഹമുണ്ടാക്കുന്നത് ഇവയും ദുഃഖശോകാമയപ്രദാഃ ദുഃഖത്തെയും ശോകത്തെയും രോഗത്തെയും ഉണ്ടാക്കുന്നവയുമായ ആഹാരങ്ങൾ രാജസസ്യ രജോഗുണക്കാരന് ഇഷ്ടമുള്ളവയാകുന്നു. രജോഗുണക്കാരുടെ ഭക്ഷണത്തെപ്പറ്റി പറയുന്നത് എന്തെന്നാൽ അതിയായ എരിവ്, പുളി, ഉപ്പ്, ചൂട്, ചവർപ്പ്, തീക്ഷ്ണത എന്നിവയോട് കൂടിയതും എണ്ണമയം കുറഞ്ഞതും ദഹിക്കാൻ പ്രയാസമുള്ളവയുമായ ആഹാരങ്ങൾ ഈ കൂട്ടർക്ക് പ്രിയമാണ്. അത് ദുഃഖത്തെയും രോഗത്തെയും ശോകത്തെയും ഉണ്ടാക്കുന്നു. കാമരാഗങ്ങൾക്ക് വശംവദരായവർക്ക് ഇഷ്ടപ്പെട്ടത് തീക്ഷ്ണതയുള്ള പദാർത്ഥങ്ങളാണ്. അവ ശക്തിദായകങ്ങളാണ് എന്നത് ശരി തന്നെ. പക്ഷേ അതേസമയം ആത്മനിയന്ത്രണത്തിന് തടസ്സമുണ്ടാക്കുന്ന ആഹാരവുമാണത്. ഇത് രോഗവും അതിൻ്റെ ഫലവുമായി ദുഃഖവും ഉണ്ടാക്കുന്നതുമാണ്. ഇനി താമസാഹാരങ്ങൾ എന്തെന്ന് പറയുന്നു 10ാമത്തെ ശ്ലോകത്തിൽ. യാതയാമം ഗതരസം പൂതി പര്യുഷിതം ചയത് ഉച്ഛിഷ്ടമപി ചാമേധ്യം ഭോജനം താമസപ്രിയം. യാതയാമം പാകം ചെയ്ത് ഒരു യാമം കഴിഞ്ഞതും, ഗതരസം രസം പോയതും, പൂതി ദുർഗന്ധമുള്ളതും, പര്യുഷിതം ച തലേന്നാൾ പാകം ചെയ്തതും, ഉച്ഛിഷ്ടം അപി അന്യൻ ഭക്ഷിച്ച് ശേഷിച്ചതും, അമേധ്യം ച ശുദ്ധികെട്ടതുമായ യത് ഭോജനം തത് യാതൊരു ഭക്ഷണമാണോ അത്, താമസപ്രിയം തമോ ഗുണക്കാരന് പ്രിയമുള്ളതാകുന്നു. പാകം ചെയ്ത് ഒരു യാമം കഴിഞ്ഞതും, രസം പോയതും, ദുർഗന്ധമുള്ളതും, തലേന്നാൾ പാകം ചെയ്തതും, അന്യൻ ഭക്ഷിച്ച് ശേഷിച്ചതും, ശുദ്ധികെട്ടതുമായ യാതൊരു ഭക്ഷണമാണോ അത് തമോ ഗുണിക്ക് പ്രിയമുള്ളതാകുന്നു. ഒരു യാമം എന്നാൽ 7.5 നാഴിക അല്ലെങ്കിൽ 3 മണിക്കൂർ. പണ്ടുകാലത്ത് കാലഗണന അനുസരിച്ച് ഒരു ദിവസത്തെ 8 യാമങ്ങളായി ഭാഗിച്ചിരുന്നു. പാകം ചെയ്ത് 3 മണിക്കൂർ കഴിഞ്ഞാൽ ഭക്ഷണം തണുത്ത് ആറിയിരിക്കുക സ്വാഭാവികം.
രസം നഷ്ടപ്പെട്ട ഭക്ഷണം, ദുർഗന്ധം വമിക്കുന്ന ഭക്ഷണം, ദിവസങ്ങളോളം പഴക്കം ചെന്ന ആഹാരപദാർത്ഥങ്ങൾ, മറ്റുള്ളവർ കഴിച്ച എച്ചിൽ തുടങ്ങി നികൃഷ്ട ഭക്ഷണമാണ് താമസന്മാർക്ക് ഇഷ്ടമായിട്ടുള്ളത്. നാം കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ സ്വഭാവത്തെ സാരമായി സ്വാധീനിക്കുന്നുണ്ട്. ഒരുവന് ആധ്യാത്മിക പുരോഗതി വരുന്നതിനനുസരിച്ച് മുമ്പ് ഹൃദ്യങ്ങളായി തോന്നിയിരുന്ന രാജസവും താമസികവുമായ ഭക്ഷണം ഉപേക്ഷിച്ച് അയാൾ സാത്വിക ആഹാരങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ഹരി ഓം തത്സത്.